കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം നടന്ന് വർഷമൊന്നു കഴിഞ്ഞിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾക്ക് മാറ്റമില്ല. മതിലിന് മുകളിലെ ഫെൻസിംഗിൽ ഇപ്പോഴും വൈദ്യുതിയില്ല. തടവുകാരെ പാർപ്പിക്കുന്ന ബ്ലോക്കുകൾക്ക് ബലക്ഷയമുണ്ട്. അതീവ സുരക്ഷയുള്ള 10ാം ബ്ലോക്കിലും സമാന സാഹചര്യമാണ്. CCTV ദൃശ്യങ്ങളുടെ യഥാസമയ പരിശോധനയും നടക്കുന്നില്ല. ഔട്ട് പാറാവ് സുരക്ഷാ ജീവനക്കാരുടെ എണ്ണവും ഇതുവരെ കൂട്ടിയിട്ടില്ല. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി കിട്ടുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഒരു കമ്മീഷനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ശുപാർശകൾ വരട്ടെ, ശേഷം നടപടി എന്നതായിരിക്കും. പക്ഷേ അത് കാത്തു നിൽക്കുകയില്ലല്ലോ കുറ്റവാളികൾ. മാധു, തീർച്ചയായിട്ടും കമ്മീഷൻ ഇപ്പോൾ പുതുതായി കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു കമ്മീഷനെ നിയോഗിച്ച് പഠിക്കേണ്ടെന്ന കാര്യമൊന്നും സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ തന്നെ ഇതിനകത്ത് സുരക്ഷാ വീഴ്ച പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ, അതായത് ഒന്ന് നോക്കിയാൽ തന്നെയുള്ള കാര്യങ്ങളായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷേ ആ ഒരു വർഷം കഴിയുമ്പോൾ, കഴിഞ്ഞ 2025 ജൂലൈ മാസം 24-ാം തീയതിയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നത്. ഒരു വർഷം കഴിയുമ്പോഴും ഒരു കാര്യത്തിലും, അതായത് ഈ ജയിൽ ചാട്ടാൻ പര്യാപ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ജയിലിലുണ്ടായിരുന്നു. അതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആ ഘട്ടങ്ങളിൽ എല്ലാവരും പ്രതികരിച്ചതാണ്. പക്ഷേ ഒരു വർഷം കഴിയുമ്പോഴും അതിനകത്ത് ഒരു കാര്യത്തിലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ജയിലിൻ്റെ ഏറ്റവും പുറത്തെ മതിലിൻ്റെ മുകളിലായി ഫെൻസിംഗ് ഉണ്ട്. സാധാരണ രീതിയിൽ അവിടെ വൈദ്യുതി ഉണ്ട് എങ്കിൽ ഒരാൾക്കും ആ വൈദ്യുതി വേലി കടന്നുകൊണ്ട് പുറത്തേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. എന്നാൽ ഗോവിന്ദസ്വാമി വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ വളരെ അനായാസം തന്നെയാണ് ഈ പറയുന്ന വൈദ്യുതി വേലി ഉൾപ്പെടെ, ഫെൻസിംഗ് ഉൾപ്പെടെ ചാടി കടന്നുകൊണ്ട് പുറത്തേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴും അതിനകത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ആ ഫെൻസിംഗ് കൃത്യമായ രീതിയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തടവുകാരെ പാർപ്പിക്കുന്ന ബ്ലോക്കുകളുടെ ബലക്ഷയമാണ്. അത് ആ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഓടിട്ട കെട്ടിടമാണ്, അതിൻ്റെ പല ഭിത്തികൾക്കും ബലക്ഷയമുണ്ട്. എളുപ്പത്തിൽ വേണമെങ്കിൽ തുരന്നുൾപ്പെടെ പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതിൻ്റെ സെല്ലുകളുടെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദസ്വാമി പുറത്തേക്ക് വന്നത്. ആ സെല്ലുകളുടെയൊക്കെ ബലക്ഷയം, അതിൻ്റെ കമ്പികളുടെയൊക്കെ ബലക്ഷയം അന്ന് തന്നെ ചർച്ചയാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ഘട്ടത്തിൽ ചർച്ചയായതാണ്. പക്ഷേ അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ആ സെല്ലുകൾ പോലും മാറ്റാൻ വേണ്ടി, ആ സെല്ലിൻ്റെ ഈ കമ്പി വാതിലുകൾ പോലും മാറ്റുന്നതിന് വേണ്ടി ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് ഒന്നുള്ളത് CCTV നിരീക്ഷണമാണ്. അത് കൃത്യമായി സദാസമയം, അതായത് എല്ലാ സമയവും കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഏർപ്പാടാക്കും, അത് കൃത്യമായി നിരീക്ഷിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പുറമെ ഈ ജയിലിൻ്റെ ഏറ്റവും മുന്നിലായി നിൽക്കുന്ന പാറാവുകാരുടെ എണ്ണം, അത് ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന അതേ എണ്ണം തന്നെയാണ്. അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതും നടപ്പിലായിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായി കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണുകളും, അതും ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ബീഡിയോ അല്ലെങ്കിൽ സിഗരറ്റോ ഉള്ളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മദ്യം ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലുപരിയായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ ജയിലിനകത്ത്, സെൻട്രൽ ജയിലിനകത്തേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു സംഘം പുറത്ത് പ്രവർത്തിക്കുന്നു. ഈയിടെ ഒരു 6 മാസത്തിന് മുന്നേ ഒരാളെ, ഈ പറയുന്ന ജയിലിന് പുറത്തു നിന്നും ഇത്തരം വസ്തുക്കളൊക്കെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസിന് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ അതിനകത്ത് കാര്യമായ രീതിയിൽ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോഴും അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരു ഡെയിലി ഹോബി എന്ന തരത്തിൽ പറയുകയാണെങ്കിൽ, ജയിലിലുള്ള ഈ മൊബൈൽ ഫോണുകളും കഞ്ചാവുകളും മദ്യവും ലഹരി വസ്തുക്കളും ഒക്കെ പിടിക്കുന്നത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അവസ്ഥ അതേപടി തുടരുകയാണ്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യത്തിലും കാര്യമായ ഒരു പരിഷ്കരണവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ കമ്മീഷന്റെ, അല്ലെങ്കിൽ ഇത്തരമൊരു കമ്മീഷൻ സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിലെ കാഴ്ച. മാധു, ശരി. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ഗോവിന്ദസ്വാമി ജയിൽ ചാടി ഒരു വർഷം കഴിയുമ്പോഴും യാതൊരു സുരക്ഷാ മാറ്റങ്ങളും ഇല്ലാതെയാണ് കണ്ണൂർ ജയിൽ ഇപ്പോഴും തുടരുന്നത്.